എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിശദമായ വിലയിരുത്തലിനായി നമ്മോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പി ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർജി, എന്താണ് പ്രാഥമികമായി ഈ വന്ന ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം ഈ എക്സിറ്റ് പോളാണ്. എക്സിറ്റ് പോള് യഥാർത്ഥ ഫലമാകണമെന്നില്ല. ഇതിനു മുമ്പ് പ്രത്യേകിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടാത്തതായിരുന്നു. യഥാർത്ഥ ഫലം 4-ാം തീയതിയേ വരത്തുള്ളൂ. അതേസമയത്ത് എക്സിറ്റ് പോള് കൃത്യമായ തെരഞ്ഞെടുപ്പും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് 84 തെരഞ്ഞെടുപ്പിൽ പ്രണവ് റോയ് പറഞ്ഞ ഒരു ലക്ഷ്യം, കഴിഞ്ഞാൽ അന്ന് 418 സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് 414 2-3 സീറ്റിൻ്റെ കുറവിൽ അത് 400 ക്രോസ് ചെയ്തിട്ട് 414 സീറ്റ് വരെ കിട്ടി. അപ്പോൾ അന്നാണ് ആ ഒരു തെരഞ്ഞെടുപ്പാണ് എക്സിറ്റ് പോളിനെ വലിയ ഡിപ്പെൻഡ് ചെയ്ത് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മാധ്യമങ്ങളൊക്കെ എക്സിറ്റ് പോള് കൃത്യമായ സംഭവമുണ്ട്. പക്ഷേ പിന്നീട് 2004 ഇന്ത്യ ഷൈനിങ് എന്നൊരു മുദ്രാവാക്യം ഉയർത്തി BJP വാജ്പേയിയുടെ നേതൃത്വത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോഴത്തേനും BJP തന്നെ വരുന്നു എന്നുള്ള ഒരു പ്രതിനിധിയാണ് എക്സിറ്റ് പോളിലെല്ലാം വന്നത്. എക്സിറ്റ് പോളിലാണ് വന്നത്. നരേന്ദ്രമോദി ആദ്യം പ്രധാനമന്ത്രി കാൻഡിഡേറ്റായിട്ട് BJP പ്രഖ്യാപിച്ചതിന് ശേഷം 2014 മത്സരിക്കുമ്പോൾ BJP ജയിക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും കാര്യമായിട്ട് പറഞ്ഞില്ല. മോഡിയെക്കാരും നല്ല കാൻഡിഡേറ്റ് ചൗഹാനായിരുന്നു. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ ചൗഹാനാണ് BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാട്ടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ ആ രീതിയിലുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നതിൽ പലരും സംശയിച്ചു. കാരണം അന്തത്തിനൊരു ഗുജറാത്തിലെ മുഖ്യമന്ത്രി മാറ്റി നിർത്തി എന്നൊക്കെയുള്ള പല അതിനെതിരെ ശരിക്കും ധാരാളം ആരോപണങ്ങളൊക്കെ വന്നു. അദ്വാനിജിയെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിലാണ്. പിന്നീട് 2019 ഒന്നും അല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രചരണം. 2019 അതിലും വലിയ സംഭവം, അന്ന് പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ ആയിരുന്ന രാഹുൽ ഗാന്ധി ഒരു റാഫേൽ വിമാന അഴിമതി എന്ന ഒരു വലിയൊരു അഴിമതി പെട്ടെന്ന് ആ ഇലക്ഷൻ സമയത്ത് തന്നെ കൊണ്ടുവരികയും അത് BJPയുടെ തകർച്ചയ്ക്ക് വഴിതെളിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും BJP 300 കിടക്കുമെന്ന് ആരും പറഞ്ഞില്ല. ഇതെല്ലാം കവർ ചെയ്തുകൊണ്ട് BJP വലിയ റിസൾട്ടിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താ? എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥ ഫലങ്ങളുടെ റിഫ്ലക്ഷൻ ആകണമെന്നില്ല, അതേസമയത്ത് ആയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ ഒരു എക്സിറ്റ് പോൾ ഫലവും വേണ്ട, ഒരു ഒറിജിനൽ ഫലവും വേണ്ട. ഇത് തന്നെയായിരിക്കും BJP ടാർഗറ്റിലേക്ക് പോവുകയാണ്. എല്ലാ എക്സിറ്റ് പോളും BJP അനുകൂലിക്കുന്നവരെന്നോ BJP എതിർക്കുന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ എക്സിറ്റ് പോളും 350+ ആണ് BJPക്ക് പറയുന്നത്. 400 എന്നൊരു ടാർഗറ്റ് വെച്ചാണ് BJP NDA സഖ്യം പോകുന്നത്. 400 സീറ്റിലേക്ക് എത്തണം എന്നൊരു ലക്ഷ്യം വെച്ചാണ് BJP നമുക്കറിയാം പരസ്യമായിട്ട് പറയുന്നത്. അതൊരു ലക്ഷ്യമാണ്. 400 എന്നൊരു ഫിഗർ, 400. 370 BJPക്ക് തന്നെ കിട്ടുന്നൊരു ലക്ഷ്യസംഖ്യയാണ്. കാരണം അത് കൃത്യം കണക്ക് കൂട്ടിയെടുത്ത സംഖ്യ ആകണമെന്നില്ല. 370 പറയാനുള്ള കാരണം 370-ാം വകുപ്പ് കാശ്മീരിലെ എടുത്തു കളഞ്ഞതിൻ്റെ ആ ഒരു സിഗ്നേച്ചർ നമ്പർ എന്നുള്ളതിലാണ് ഓർമ്മിപ്പിക്കാനാണ്. അപ്പം അത് ടാർഗറ്റാണ്. ആ ടാർഗറ്റിൽ തമ്മിൽ BJP ശ്രമിക്കും. 350 ക്രോസ് ചെയ്താൽ തന്നെ BJPക്ക് വലിയ ജയമാണ്. 350 എല്ലാം ഇപ്പോൾ ഈ നമ്മൾ കണ്ട ഇതുവരെ വന്നിരിക്കുന്ന പുറത്ത് വന്ന എല്ലാ എക്സിറ്റ് പോളും 350 ക്രോസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല 200 അടുത്തെത്താൻ പോലും ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്നില്ല. അതാണ് ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കാനാണ് അടുത്ത ഈ ഒറിജിനൽ റിസൾട്ട് 4-ാം തീയതി വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ എക്സിറ്റ് പോളിന് എങ്ങനെയാണ് ഒരു ആദ്യ പ്രതികരണം എന്താണ്? അതൊരു ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതാണോ? അല്ല, അത് ഇതുവരെ ഒരു എക്സിറ്റ് പോളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എക്സിറ്റ് പോളിലും ഒരു ഏജൻസിയും കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. മുൻ വർഷങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈമിലാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് ഒരു സീറ്റെങ്കിലും ലഭിക്കും. 1 to 3 ആണ് പലരും പറയുന്നത്. കഴിഞ്ഞ തവണ ഒരാൾ 1-2 ഏജൻസി സാധ്യതകൾ അത് മാക്സിമം 0. ഞാൻ ഇപ്പം നോക്കിയേ 1+ എല്ലാവരും പറയുന്നു, 0 ആരും പറയുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരു സീറ്റ് ചിലർ 1 ഉറപ്പിച്ച് പറയുന്നു. അപ്പം BJPക്ക് എന്തായാലും ഇവിടെ ഒരു സീറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ എന്നാലും ഒരു ജാമ്യം എടുക്കുകയാണ്. ഇത് ചിലപ്പം ഇത് എക്സിറ്റ് പോളാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പറയണം. പക്ഷേ ട്രെൻഡ് എങ്ങനെയാണ്? BJPക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നു. കർണാടകയിൽ BJP പൊട്ടിപ്പൊളിയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരിപ്പം BJP ആണ് അവിടെ പഴയ സ്ഥിതി തന്നെ നിലനിർത്തുമെന്ന് പറയുന്നു.
തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നു, തെലുങ്കാന, ആന്ധ്ര, സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ BJP വലിയ നേട്ടം കൊയ്യുന്നു വരുമ്പം ഈ 400ലേക്ക് BJPക്ക് മാർച്ച് ചെയ്യാൻ വലിയ പാടില്ല. ഇവിടെ കേരളത്തിൽ BJPയോ അല്ലാതെ NDA സഖ്യവും LDF സഖ്യവും തമ്മിലുള്ള പെർസെൻറ്റേജ് ഓഫ് വോട്ട് 2% ഡിഫറൻസിലേക്ക് പറയുമ്പം നമ്മുടെ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അത് ഈ നമ്മൾ പറയുന്നു എക്സിറ്റ് പോൾ കറക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ 27% വോട്ട് അല്ലെങ്കിൽ LDFനും 25% വോട്ടൊക്കെ BJPക്ക് കിട്ടിയാലേ ആ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. 2% വ്യത്യാസം എന്ന് പറയുന്ന ഒരു ടാലി ശരിയാണെങ്കിൽ അത്രയൊക്കെ വോട്ടിലേക്ക് BJP പോയാൽ ഷുവർ കേരളത്തിൻ്റെ രാഷ്ട്രീയ സീനറി മാറും. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഒരു സീറ്റും ഇല്ലാതെ നിലം പരിശാകുകയും BJP 2-3 സീറ്റിൽ ജയിക്കുകയും ബാക്കി സീറ്റ് UDFനും കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഇടതുപക്ഷത്തിനാണ് വലിയ സെറ്റ് ബാക്ക്. ഈ നമ്മൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 25% അല്ലെങ്കിൽ LDFന് ഒപ്പം ഭരണകക്ഷിക്കൊപ്പം BJPയും വോട്ടിംഗ് പെർസെൻറ്റേജ് എത്തുമ്പോൾ ഇത് കേന്ദ്രത്തിൽ NDA അധികാരത്തിലെത്തും എന്നുള്ളത് ജനങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഫലത്തിൽ ഉണ്ടാകുന്നതല്ലേ? തീർച്ചയായും. കാരണം NDA അധികാരത്തിലെത്തും എന്നുള്ള ഒരു വിശ്വാസം അത് സ്ട്രോങ് വിശ്വാസമാണ്. അത് യാഥാർത്ഥ്യവുമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്നുള്ള തോന്നൽ കൊണ്ട് ധാരാളം ആൾക്കാർ വോട്ട് ചെയ്യാം. ജനങ്ങൾ വിശ്വസിക്കും. ജനങ്ങൾ NDA അധികാരത്തിലെത്തും എന്ന വിശ്വാസം കൊണ്ട് വോട്ട് ചെയ്യണം. ഒരു ഇത്ര പെർസെന്റ് ഒരു 10% അടുത്ത വോട്ടേഴ്സ് ജയിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്തേക്കാമെന്ന് വരുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരുണ്ട്. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തേക്കാം, എൻ്റെ വോട്ട് വെറുതെ പാഴാകണ്ട. അപ്പം BJP ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന സ്ഥാനാർത്ഥി ജയിച്ചേക്കും എന്ന് കരുതുമ്പോൾ ആ ജയിക്കുമെന്നൊരു ധാരണ ഒരു എന്താ ലീപ്പ് അല്ല ജയിക്കുമെന്ന ഒരു വിശ്വാസം ഏതൊക്കെ സ്ഥാനാർത്ഥിക്ക് BJP സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ അവർക്ക് വോട്ട് ചെയ്യുന്ന ടീമുണ്ട്. രണ്ടാമത് BJP തന്നെ ജയിക്കണം എന്ന് കരുതി BJPക്കാരില്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം BJP ജയിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഇന്നയാൾ ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ പല കാര്യങ്ങളും ചെയ്യും, അദ്ദേഹത്തിന് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. കേന്ദ്രത്തിൽ ഏതായാലും BJPയിലെ വരുന്നത്, അവിടെ BJPയുടെ ഒരു പ്രതിനിധിയായിട്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും. അതുപോലെ തൃശ്ശൂരിലെ ആൾക്കാരും അങ്ങനെ ചിന്തിക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ പല കാര്യങ്ങളും അദ്ദേഹം ഓൾറെഡി പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജയിച്ചാൽ പല കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കും. ആറ്റിങ്ങൽ ഓൾറെഡി കേന്ദ്രമന്ത്രിയാണ് B മുരളീധരൻ, അദ്ദേഹം ജയിച്ചാൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും കൊണ്ടുവരാൻ പറ്റും. പത്തനംതിട്ട അനിൽ ആൻ്റണി പുതിയ പയ്യനാണെങ്കിലും അദ്ദേഹത്തെ BJP കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ അടുപ്പമുണ്ട്. ആന്റണിയുടെ മോനാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഏത് കാര്യങ്ങളും ഏത് മന്ത്രിമാരിൽ നിന്ന് സാധിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഫയർ ബ്രാൻഡ് ലീഡറാണ്, ലേഡിയാണ്, എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിവുള്ള നേതാവാണ്. അങ്ങനെ വിശ്വാസം BJP ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അവർ ജയിച്ചാൽ BJP മന്ത്രിസഭയിൽ അംഗമാകാം, അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ള MP ആകാം. അങ്ങനെ ആകുമ്പോഴത്തേനും മണ്ഡലത്തിലേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ കൊണ്ട് പല ആൾക്കാരും അങ്ങനെ നമ്മൾ എല്ലാവരും ഹാർഡ് കോർ പാർട്ടിക്കാരൊന്നുമല്ല, അങ്ങനെ പല ചിന്തകൾ കൊണ്ട് വോട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ജാതിയുണ്ട്, മതമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ ഒന്നും ചോദിച്ചതുപോലെ BJP ആണല്ലോ അധികാരത്തിൽ വരുന്നത് എന്ന് കരുതി BJPക്ക് വോട്ട് ചെയ്ത BJPക്കാരില്ലാത്ത ആൾക്കാരുണ്ട്. BJP അധികാരത്തിൽ വരണം എന്ന് കരുതി വോട്ട് ചെയ്ത BJPക്കാരില്ലാത്തവരുണ്ട്. ആ വോട്ടാണ് ഈ മാലിന്യം. BJPക്ക് 10-15% കൂടുതലൊന്നും വോട്ട് ഇപ്പോഴും കേരളത്തിൽ BJP വർക്കേഴ്സിൻ്റെ വോട്ടില്ല. ഒരു 10-15 ഇടയ്ക്കുള്ള ഒരു വോട്ടേ ഉള്ളൂ. നമുക്ക് എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും ആവറേജൊക്കെ എടുത്താൽ അറിയാം. ബാക്കി ഫ്ലെക്സിബിൾ വോട്ടാണ്. അത് 25ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, അല്ല 26ലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ BJP ഇവിടെ ജയിച്ചതിന് തുല്യമാണ്. തീർച്ചയായും. കാരണം അതൊരു വലിയ വിജയം. അങ്ങനെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ വിശ്വസിച്ചാൽ അതോടെ ഒരു ജാമ്യം എടുത്ത് പറയാണ്, NDAയും LDFും തമ്മിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് 2% എന്ന് പറഞ്ഞാൽ ഏത് കണക്ക് കൂട്ടിയാലും അതൊരു 25 മുകളിൽ BJPക്ക് പോകണം, എങ്കിലേ അത് പറ്റുള്ളൂ. ഈ ഒരു മുന്നണി സംവിധാനത്തിൽ പോകുന്ന ഒരു രാഷ്ട്രീയ സമൂഹം LDFും UDFും മാറി മാറി അധികാരത്തിൽ വരുന്നു. അവിടെ ഒരു മൂന്നാം ശക്തിയായി BJP വരുന്നു. ഒപ്പം ചില കക്ഷികളുണ്ട് കേരളത്തിൽ. പക്ഷേ BJP ആണ് NDAയിൽ ഏറ്റവും പ്രമുഖമായ കക്ഷി. ആ കക്ഷി ഈ കണക്കുകൾ ശരിയാണ് എങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം സ്ഫോടനാത്മകമല്ല ഈ കണക്കുകൾ. കാരണം 2% BJP വരുന്നു. ഘടകകക്ഷികളിൽ പലർക്കും ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാം. അത് നേരത്തെ പറഞ്ഞതുപോലെ കേരളം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയല്ലേ? അതെ. ഇപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും
വലിയ കാര്യം കാണത്തില്ല. കാരണം അവർ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിലും അവർ വലിയ തോൽവിയായിട്ടൊന്നും അത് പറയത്തില്ല. അവരെന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് അതിനെ വരും. പക്ഷേ മറ്റേത് വലിയ പ്രശ്നമാണ്. ബി ജെ പിക്ക് ഭയങ്കര തോതിലുള്ളൊരു വോട്ട് ഷെയർ കിട്ടി, ബി ജെ പിക്ക് 2-3 സീറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യയുടെ ഒരു ഫീലിംഗ് ആയിരിക്കും ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം. കാരണം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഞങ്ങളാണ് ഇവിടെ CPM ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇത്ര ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് ആത്മഹത്യാപരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാണും. അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞ കറക്റ്റാണ്. അവർക്ക് സീറ്റ് കിട്ടുന്നതോ തോക്കുന്നതോ അല്ല, ബി ജെ പി സീറ്റ് കിട്ടിയാലാണ് പ്രശ്നം, ബി ജെ പിക്ക് വോട്ട് കൂടിയാലാണ് പ്രശ്നം. അത് ബി ജെ പിക്ക് 3 സീറ്റും LDF-ആയിട്ട് വോട്ടിങ്ങിന് അടുത്തോട്ട് നിൽക്കുന്നത് നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി മാറുമല്ലോ. അങ്ങനെയല്ലാതെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയില്ല. ബി ജെ പി ജയിക്കാനൊരു സാധ്യതയില്ല. ബി ജെ പി ജയിക്കുന്നില്ലാത്ത അവസ്ഥയിൽ തന്നെ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അണികളും നേതാക്കന്മാരൊക്കെ ബി ജെ പിയിലേക്ക് വരാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയം ചിന്തിക്കുന്നവർക്കെല്ലാം അറിയാം. ഒത്തിരി പേര് ആത്മാർത്ഥം കൊണ്ട് വരാൻ പറ്റുന്നവരുണ്ട്, പിന്നെ പല വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൊണ്ടും ബി ജെ പി ചേർന്നാൽ അവിടെ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് കരുതി വരുന്നവരുണ്ട്. എങ്ങനെയായാലും എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട്. അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം, തൃശ്ശൂരും, ആറ്റിങ്ങലും ഒക്കെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറും. സംസ്ഥാനത്തിൻ്റെ ഭരണം തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കേരളത്തിലെ ഈ ബി ജെ പിയുടെ മുന്നേറ്റം പെട്ടെന്നുണ്ടായതാണോ? കാരണം ചരിത്രത്തിൽ, സമീപകാല ചരിത്രത്തിലൊക്കെ ബി ജെ പി മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങളിലും മേഖലകളിലുമൊക്കെ ചോർന്നു പോയത് UDF-ൻ്റെ വോട്ടാണ്. പക്ഷേ ഇവിടെ LDF-ൻ്റെ വോട്ട് ചോർന്നു പോകുന്നു, ഈ കണക്കുകൾ ശരിയാണ് എങ്കിൽ. മാത്രമല്ല LDF-ന് വലിയൊരു ഭീഷണിയായി അത് മാറുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും വോട്ടെടുപ്പ് ദിവസം EP ജയരാജൻ ബി ജെ പിയിലേക്ക് പോയി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതൊക്കെ പെട്ടെന്നുള്ള ഒരു മാറ്റമാണോ, ഒരു ഒഴുക്കാണോ ഈ സംഭവിച്ചിരിക്കുന്നത്? അതോ ബി ജെ പി ക്രമാനുഗതമായി നേടിയ വളർച്ചയാണോ? അല്ല, ബി ജെ പിയുടെ ഒരു ഗ്രോത്ത് ക്രമാനുഗതമായിട്ടുള്ള ഗ്രോത്താണ്. 1-2 തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനവും കേന്ദ്രവും നോക്കിയാൽ തന്നെ 1-2 തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ഒരു സെറ്റ് ബാക്ക് പോലെ ബി ജെ പിക്ക് അതിന് മുമ്പ് വർഷത്തെ കിട്ടിയ കാര്യം വോട്ട് കുറഞ്ഞിട്ടുള്ളത്. ബാക്കി ബി ജെ പിയുടെ ഗ്രോത്ത് അത് 3%, 5%, 6%, 10%, 12% അങ്ങനെ കയറി 15% എന്നൊക്കെ അങ്ങ് പോവാണ്. പിന്നെ 1-2 പ്രാവശ്യം ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അതിന് അന്നത്തെ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് കറക്ഷനുണ്ട്. ബി ജെ പിയുടെ വളർച്ച ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടല്ല കുറഞ്ഞിരിക്കുന്നത്. ഉദാഹരണങ്ങൾ ഉത്തര പറയാനുണ്ട്. കാരണം ഇടതുപക്ഷത്തിൻ്റെ വോട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് വന്നപ്പോഴും ശ്രീ O രാജഗോപാൽ 2ാം സ്ഥാനത്ത് വന്നപ്പോൾ വളരെ പുറകോട്ട് പോയത് ഇടതുപക്ഷ വോട്ടുകളാണ്. കാരണം അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബി ജെ പിക്ക് കിട്ടും. ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ അവർ പല കാരണങ്ങൾ കൊണ്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യാറുണ്ട്. ഒന്ന്, കോൺഗ്രസ് ജയിക്കരുതെന്ന് കരുതുന്നവരുണ്ട്. പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിൻ്റെ അന്നത്തെ നയങ്ങളോടും ദേഷ്യവും വെറുപ്പുമുള്ള ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ പലരും ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ബി ജെ പിക്ക് കുത്തും. ഒന്നുമല്ലെങ്കിൽ അവർ ഈ പുറത്ത് പറയുന്ന ഉൾപ്പെടെ ബി ജെ പി കാൻഡിഡേറ്റ് പല ക്യാരക്ടർ നല്ലതായിരിക്കും, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നല്ലതായിരിക്കും എന്നൊക്കെ അവർക്ക് വോട്ട് കുത്താൻ പല ന്യായങ്ങളും അപ്പോൾ ഉണ്ടാവും. അതുപോലെ രാജാവിൽ വന്നപ്പോൾ ഏതായാലും നല്ല മനുഷ്യങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇടതുപക്ഷ വോട്ടാണ് കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ നമ്മളീ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ വോട്ട് നാച്ചുറലി കിട്ടുന്ന കുറേ വോട്ട് കാണും. പക്ഷേ ഇങ്ങനെയുള്ള ഡിസിഷൻ ഇപ്പം തിരുവനന്തപുരത്ത് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു. ജയിച്ചേക്കും എന്നാണ് ബി ജെ പി തുടക്കം മുതലേ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടായിരിക്കും വലിയ പങ്ക്. കാരണം നമുക്ക് ഇവിടുത്തെ ഒരു വിലയിരുത്തിയാൽ കോസ്റ്റൽ ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ശശി തരൂരിന് വലിയ വോട്ട് കിട്ടുന്നത്. ആ വോട്ടൊന്നും രാജീവ് ചന്ദ്രശേഖരന് കിട്ടാൻ പോകുന്നില്ല. അത് ഇത്തവണയും ശശി തരൂർ തന്നെ കിട്ടും. അതേസമയത്ത് അല്ലാത്ത വോട്ടേഴ്സ്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളിലെ ശശി തരൂരിന് വോട്ട് ചെയ്തവരും രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവരും രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യും. അങ്ങനെ വന്നാൽ മാത്രമേ അദ്ദേഹം ജയിക്കത്തുള്ളൂ. അവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെയാണ്. എന്തിനാണ് ഇവർ രണ്ടുപേരും ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയാണ്, ജനങ്ങളെ കബളിപ്പിച്ചാണ് ഇവരിവിടെ നിൽക്കുന്നത്. രണ്ടുപേരും ഒരേ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ബി ജെ പിക്കെതിരെ മത്സരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ വികസനം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച ചെയ്തത് ആൾക്കാർ. അതിൻ്റെ ഒരു അംഗീകാരമായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടുകൂടെ? കാരണം അധികാരമുള്ളിടത്ത് അല്ലെങ്കിൽ എന്തിനാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അവർ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മണ്ഡലത്തിനൊന്നും കിട്ടില്ല. ഇവിടെ വേണ്ടത് വികസനമാണ്. ആ മുദ്രാവാക്യത്തെ ഒരു തരത്തിൽ നമ്മുടെ കേരളത്തിലെ വോട്ടർമാർ അംഗീകരിക്കുകയല്ലായിരുന്നു. അതെ, കേരളത്തിലെ ഫസ്റ്റ് ഫേസിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത്.
അല്ല ഫസ്റ്റിലെ രണ്ടാം ഘട്ടത്തിൽ അന്ന് ആദ്യ സമയത്ത് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ പ്രത്യേകിച്ച് മലയാളം മീഡിയ ഒക്കെ പറയുന്ന പോലെ BJP തോക്കാൻ പോകുന്നു എന്ന്. അതുകൊണ്ട് അവരുടെ വികസനവും അല്ലെങ്കിൽ ഗ്യാരണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ വർഗീയതയൊക്കെ പിടിച്ചു എന്ന് പറയുന്നത്. ഏതായാലും അത് അവർ പറയുന്നത് പോലെ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ പോലും അതിന് മുമ്പാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ വോട്ടർമാരോട് BJP പറഞ്ഞത് മോഡിയുടെ ഗ്യാരണ്ടിയും വികസനവും തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്തു എന്നല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ BJPക്ക് ഇങ്ങനെ ഒരു 3 സീറ്റ് വരെ അല്ലെങ്കിൽ എത്രയോ സീറ്റ്, ഒരു സീറ്റെങ്കിലും ഉറപ്പിച്ച് കിട്ടുമെന്നൊരു എക്സിറ്റ് പോളുകളെല്ലാം പറയുമ്പം അപ്പം കേരളത്തിലെ ജനങ്ങൾ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ മോഡി ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചു എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ അതാണ് പ്രശ്നം. ഇവിടെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതല്ല, ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള അന്തരം കുറയുന്നു എന്നുള്ള ഒരു റിസൾട്ടാണ്. വോട്ട് ഷെയറിൻ്റെ അന്തരം കുറയുന്നുള്ള, സീറ്റിൻ്റെ അല്ല വോട്ട് ഷെയറിൻ്റെ അന്തരം കുറയുന്നുള്ള ഒരു സിനാറിയോ ആണ് ഈ ഫൈനൽ 4-ാം തീയതി നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ അതായിരിക്കും കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ നേട്ടം. ത്രിപുരയ്ക്ക് സമാനമായ കുതിപ്പിലേക്കാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ. അല്ല, ത്രിപുര അവർ ഐപ്പോട്ട് ചെയ്ത് കളയായിരുന്നു, അവർ തോപ്പിച്ചു. അപ്പോൾ അതിലേക്ക് ത്രിപുര പോലെ അല്ലെങ്കിൽ ബംഗാൾ പോലെയൊക്കെ BJP പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തിലേക്കൊക്കെ തിരിച്ചു മറിച്ചും വരാം. ഇടതുപക്ഷം ഇല്ലാതെ, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇല്ലാതെ. കാരണം നമുക്കറിയാം ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഒരു പണ്ട് ആദർശത്തിൻ്റെ പേരിലും കമ്മ്യൂണിസം ലോകവ്യാപകമായി വരും, മുതലാളിത്തത്തെയൊക്കെ കളഞ്ഞുകൊണ്ട് സോഷ്യലിസം ഉണ്ടാക്കുമെന്നൊക്കെ ഒരു സ്വപ്നം, ഒരു ആദർശം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദർശം ഇല്ലല്ലോ. ആദർശം ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് തകരാൻ എളുപ്പമാണ്. ആദർശത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൊന്നും ജീവിക്കുന്നില്ല. എല്ലാവരും വയറ്റിപ്പിഴപ്പിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയൊക്കെ ഈ പാർട്ടിയുടെ കൂടി പിടിച്ച് നടക്കുന്നു. അത് കിട്ടാത്തവരൊക്കെ ഇപ്പം മുകളിലും തിരിച്ചു മറിച്ചൊക്കെ വോട്ട് ചെയ്യാം. ആദർശമുള്ളവർ ഒരിക്കൽ പോലും പാർട്ടി മാറുകയോ മറ്റു പാർട്ടിയിലേക്ക് വോട്ട് ചെയ്യാനോ ഒന്നും പോകാറില്ല. അല്ലാത്തവരെല്ലാം ഇങ്ങനെ താല്പര്യങ്ങളുടെ പേരിൽ വോട്ട് ചെയ്യുകയും അറിയുകയൊക്കെ ചെയ്യും. മാത്രമല്ല ഒരു പ്രീണന നയം ജനങ്ങൾ അത് വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തിനാണ് ജനാധിപത്യത്തിൽ ഇത്തരം ഈ നിലവിളികൾക്ക് മാത്രം, അല്ലെങ്കിൽ കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിലെ ഒരു നല്ല മാതൃകയല്ല. അതിന് എതിരെ ഉള്ള ഒരു പ്രതിഷേധം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഉറച്ച സ്ഥാനാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ ഒരു ചാഞ്ചാടി നിൽക്കുന്ന ഒരു വോട്ട് ഷെയർ ഉണ്ടല്ലോ. ആ വോട്ട് ഷെയർ വരുന്നത് അവർ പല കാരണങ്ങളാലായിരിക്കും ഒരു പക്ഷേ ഭരണപക്ഷത്തിനോടോ അല്ലെങ്കിൽ BJPയോടോ അടുക്കുന്നത്. അതിലൊരു കാരണം തീർച്ചയായും ഈ ഒരു പ്രീണന നയത്തിനോടുള്ള എതിർപ്പായിരിക്കാൻ സാധ്യതയില്ലേ? ഉറപ്പ്. പ്രീണന നയം ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോഴത്തേനും ആ വിഭാഗത്തിൽ ഒരു നിശ്ചയ ശതമാനത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും. പക്ഷേ ആ പ്രീണനം മൂലം അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ എൻ്റെ എതിരാകും. ഈ ഒരു ആൾക്കാരെ പ്രീണിപ്പിച്ചാൽ അവർ എൻ്റെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പ്രീണനം സൂചിച്ചുകൊണ്ട് തന്നെ അവർ ഫുൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ദേഷ്യമുള്ളവർ മറ്റവരാണ്. നമ്മുടെ അവസ്ഥ കളഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരും. ഇവരെ തോപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. പ്രീണിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു വ്യക്തിയോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല ഒരു ഓർഗനൈസേഷനും ഒന്നും അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. 1-2 സന്ദർഭങ്ങളിൽ ഒരു പ്രീണനത്തിൻ്റെ പരമായിട്ട് എന്തെങ്കിലും ചെറിയ നേട്ടം ഉണ്ടാക്കാമെന്നല്ലാതെ ശാശ്വതമായിട്ട് ഒരു ഐഡിയോളജിയുടെ പേരിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും പ്രീണനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രീണിപ്പിക്കാതെ തന്നെയാണല്ലോ ഇപ്പോൾ ഇവിടെ ആരെ പ്രീണിപ്പിച്ചിട്ടാണ് EMSൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭയുടെ അധികാരത്തിൽ വന്നത്. അപ്പം മന്ത്രിസഭ ഉണ്ടാക്കാനോ സർക്കാർ അധികാരത്തിനൊന്നും പ്രീണനത്തിൻ്റെ ആവശ്യമില്ല കേരളം തന്നെയല്ലേ തെളിവ്. എല്ലാവിധ ശക്തികളും ഒക്കെ ഓപ്പോസിറ്റ് നിന്നപ്പോഴും ഇവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഐഡിയോളജിയുടെ ഒരു ബലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രീണിപ്പിക്കാതെ തന്നെ അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷേ അത് കളഞ്ഞു പൊളിച്ചിട്ട് ഇപ്പം പ്രീണനത്തിൻ്റെ പറയുകയാണ് ഏറ്റവും വലിയ പ്രീണനം നടത്തുന്ന വർഗീയ ശക്തികളെയും മതശക്തികളെയും ഉപസംഘടനകളെയും തീവ്രവാദി സംഘടനയൊക്കെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം വേണ്ടതിലധികം നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇടതുപക്ഷം മാറിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റ് ബാക്ക് കൂടി അവർ ഇപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ തമിഴ്നാട്ടിലുണ്ടാകുന്ന വ്യത്യാസം, രാഷ്ട്രീയത്തിലുണ്ടാകുന്ന വ്യത്യാസം കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു കുടുംബാധിപത്യത്തിൽ കിടന്ന് കറങ്ങുന്ന ഒരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നിരന്തരമായി നടത്തുന്ന ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാരതീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യം, ഈ വേർതിരിവുകൾ അത് വംശത്തിൻ്റെ ആകട്ടെ ജാതിയുടെ ആകട്ടെ മതത്തിൻ്റെ ആണ്, ഇതിനെല്ലാം ഉപരിയായിട്ടുണ്ടാകുന്ന ഇന്ത്യ എന്ന അല്ലെങ്കിൽ ഭാരതം എന്ന ആ വികാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണം,
ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്തു, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പരിധിവരെ സ്വീകരിച്ചു എന്ന് ഈ സർവേയിൽ നിന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ടല്ലോ. ഷുവർ, അത് തീർച്ചയാണ്. കാരണം ഈ BJP 370, NDA 400 എന്നൊരു ടാർഗറ്റ് മുന്നോട്ട് വെക്കുമ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഒരു വോട്ട് ഷെയറും സീറ്റ് ഷെയറും ഒക്കെ വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സൗത്ത് ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ 1-2 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് റാലി പോലുള്ള പരിപാടികൾ വരുന്നു, സൗത്ത് ഇന്ത്യയിലെല്ലാം പോകുന്നു. സൗത്ത് ഇന്ത്യക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് റാലികളും പരിപാടികളുമാണ് എൻ്റയർ BJP ഓർഗനൈസ് ചെയ്തത്. നമുക്കറിയാം ഈ BJP ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടി അല്ലെങ്കിൽ ഹിന്ദി ബാല പാർട്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയുന്ന ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു. BJPക്കാർ സവർണറുടെ പാർട്ടി അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ പാർട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ BJP അതല്ല. BJP സൗത്ത് ഇന്ത്യയിലും BJPക്ക് എംപിമാരുണ്ട്. സൗത്ത് ഇന്ത്യയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നാഷണൽ ലീഡേഴ്സ് എല്ലാം സൗത്ത് ഇന്ത്യക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പണ്ട് മുതലേ വാജ്പേയിയുടെ കാലത്തായാലും അദ്വാനിയുടെ കാലത്തായാലും പിന്നീട് വന്ന പ്രസിഡന്റുമാരുടെ കാലത്തായാലും സൗത്ത് ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് കോൺട്രോളോട് കൂടി തന്നെയായിരുന്നു. എന്നാൽ സൗത്ത് ഇന്ത്യയിലും നമുക്കൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പല പദ്ധതികളും നടപ്പാക്കിയിരുന്നതും പല പാർട്ടി പരിപാടികളും ഡിസൈൻ ചെയ്തതും. ഇവിടുത്തെ കാര്യങ്ങൾ നാഷണൽ കാര്യങ്ങൾ എന്നപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികളാണ് BJP നേതൃത്വം നടത്തിയത്. നമുക്കറിയാം, ഇവിടെ ശ്രീ കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായിരുന്നപ്പം രാജ്യരക്ഷാ യാത്ര അല്ലെങ്കിൽ രക്ഷായാത്ര നടത്തി. അതിൻ്റെ അകത്ത് 10-15 കേന്ദ്രമന്ത്രിമാർ BJPയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റുമാർ അങ്ങനെ ഉൾപ്പെടെയുള്ളവർ കേരളം മുഴുവൻ നടന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു പ്രചരണ യാത്ര ഇന്ത്യയിൽ ഒരിടത്തും BJP നടത്തിയിട്ടില്ല. ഒരു ചെറിയ സംസ്ഥാനത്ത് അവിടുത്തെ ഇഷ്യൂ തീവ്രവാദവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമ സ്വഭാവവും ജനങ്ങളിൽ എത്തിക്കാൻ, ഇന്ത്യ മുഴുവൻ എത്തിക്കാൻ വേണ്ടി അന്ന് അമിത്ഷായാണ് അതിന് പൈലറ്റ് ചെയ്തത്. അമിത്ഷായുടെ നേതൃത്വത്തിൽ അങ്ങനെ കണ്ണൂരിലെ അക്രമം ഒക്കെ അതോടുകൂടി ഒരു ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഒരു ശ്രദ്ധപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ വലിയ നന്മയുടെയും ആദർശത്തിൻ്റെയും രൂപങ്ങളല്ല, അവർ അക്രമകാരികളാണെന്ന് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള കേരളത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തി. അപ്പം അതുപോലെയല്ല സംസ്ഥാനത്തെ വിഷയങ്ങൾ, സംസ്ഥാനത്തോട് പ്രത്യേക താല്പര്യം. നരേന്ദ്രമോദി പല പ്രസംഗങ്ങളും പറയാറുണ്ട്. നമുക്കറിയില്ല, മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പം ഇവിടുന്ന് ഒറ്റ MPമാരെയും കൊടുത്തില്ല. പക്ഷേ 2 സർക്കാരിലും മലയാളികൾ മന്ത്രിമാരുണ്ടായിരുന്നു. ഇവിടുന്ന് ഗവർണർമാരെ കൊണ്ടുപോയി. മാത്രമല്ല കേരളത്തിന് വെളിയിൽ നിന്ന് രാജ്യസഭാ മെമ്പർമാരായിട്ട് അവരെ കൊണ്ടുവന്നു. അപ്പം അതൊക്കെ കേരളത്തോടും അതുപോലെ തന്നെ തമിഴ്നാട്ടിനോടും. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് സൗത്ത് ഇന്ത്യക്കാരും മോഡി അംഗീകരിക്കുമല്ലോ. കാരണം എല്ലാവർക്കും ഈ മറ്റുള്ളവരുടെ ഈ തട്ടിപ്പ് ഞാൻ പറഞ്ഞ പോലെ വ്യാജപ്രചരണവും പ്രീണനവും ഒക്കെ കുറച്ച് നാളെ തന്നെ പറ്റുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ നാട്ടിലൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഭരണമാണ് സ്റ്റാലിൻ നടത്തുന്നുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ കുടുംബാധിപത്യം പറഞ്ഞ് കോൺഗ്രസിനെ കേന്ദ്രത്തിന് തൂത്തുറഞ്ഞു, കുടുംബം പറഞ്ഞിട്ട്. അതേ ഒരവസ്ഥയാണ് സ്റ്റാലിനും പറ്റുന്നത്. അത് മുഴുവൻ കുടുംബത്തിൻ്റെ കച്ചവടമല്ലേ. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ അവർക്ക് ആര് വന്നാലും ഏത് സർക്കാർ വന്നാലും അവരുടെ ബിസിനസ് നടക്കണം, അത് മാത്രമാണ്. അതൊരു രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഇപ്പം അവർ വിഘടനവാദ സംഘടന പോലെയായിട്ട് മാറിയിരിക്കുകയാണ് ഈ DMK. കാരണം ദേശീയതയ്ക്കെതിരെ പ്രഖ്യാപിക്കുന്നു, സനാതന ധർമ്മത്തിനെതിരെ ആക്ഷേപം ചൊരിയുന്നു എന്ന് പറഞ്ഞാലും അതിനകത്ത് വേറൊരു വശം പറയുന്നു. അപ്പം അതൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണല്ലോ. അപ്പം ഇന്ന് നരേന്ദ്രമോദി ധ്യാനം ഇരുന്നത് ഉൾപ്പെടെയുള്ള ഓരോ നടപടികളും നമ്മൾ വിശദമെല്ലാം ചെയ്താൽ അതൊക്കെ നല്ല വെൽ ഡിസൈൻഡായിട്ട് ഇന്ത്യയെ ഒറ്റക്കെട്ടായി നിൽക്കണം, ഇന്ത്യ ഒറ്റയായിട്ട് കാണണമെന്ന ആഗ്രഹമുള്ള ഒരു നേതാവിൽ നിന്നുള്ള വരുന്ന ഒരു റിയാക്ഷൻസാണ്. അതിൻ്റെ ഫലം എന്നാ കേരളത്തിന് കിട്ടും. BJPക്ക് ഉദ്ദേശിച്ചതിൽ കൂടുതൽ സീറ്റ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടും. എന്തായാലും കൂടുതൽ വിശകലനങ്ങൾ നടത്തേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ഇഴകേറിയ ഓരോ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന തലത്തിലുള്ള കണക്കുകൾ വരുന്നുണ്ട്. നാഷണൽ ടാലി നേരത്തെ തന്നെ വന്നതാണ്. ഓരോ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പോലും പല സർവേകളിലും വരുന്നുണ്ട്.